ഹായ് ഹലോ നമസ്കാരം. സജീന വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇതിനു മുന്നേ ഒരു വീഡിയോ ഇട്ടിരുന്നു. സത്യത്തിൽ ആ വീഡിയോ ഞാൻ ഇട്ടത് ദയ അച്ചുവിനെതിരെയാണ്. രേണു സുധിയെ പറഞ്ഞതിന് അതിന് മറുപടിയായിട്ടാണ് ഞാൻ ആ വീഡിയോ ഇട്ടിരുന്നത്. അതിനകത്ത് എൻ്റെ പൊന്നോ നെഗറ്റീവ് കമൻസുകളുടെ അയ്യരുകളിയായിരുന്നു. എന്നെ അല്ല കേട്ടോ, ദയ അച്ചുവിനെ. അപ്പോൾ എനിക്ക് മനസ്സിലായി ഞാനിടുന്ന വീഡിയോയിൽ എന്തെങ്കിലുമൊക്കെ ഇച്ചിരി കഴമ്പുണ്ടെന്ന്. കഴമ്പില്ലാത്ത നമ്മളൊന്നും ചെയ്യത്തില്ല. ഇപ്പം നമുക്ക് സാറ്റിസ്ഫൈ എന്ന് തോന്നുന്നത് നമ്മൾ ചെയ്യും. അപ്പോൾ കാണുന്നവരെ കണ്ണിലാണല്ലോ എന്താണെങ്കിലും. ഞാൻ ഇന്ന് ചെയ്യാൻ പോണ വീഡിയോ ഇത് വേറൊരു ടീമിന് വേണ്ടിയിട്ടാണ്. വേറൊരു ടീമെന്ന് പറഞ്ഞാൽ അവരുടെ ചാനലിൻ്റെ പേര് ഒഫീഷ്യലായിട്ട് വേറെയാണ്. പക്ഷേ ഇപ്പം എസ്റ്റാബ്ലിഷ് ആവാൻ വേണ്ടി ഇട്ടിരിക്കുന്നത് രണ അവൻ്റെ ഈ ഒരു സുന. അപ്പം മനസ്സിലായി കാണുമല്ലോ, രണ സുന അവർക്ക് വേണ്ടിയിട്ടാണ്. അപ്പം തമാശ എല്ലാവർക്കും ഇഷ്ടമാണ്. തമാശ ആസ്വദിക്കാത്ത ആരുണ്ട്? ഒരാൾ ചെയ്തതിന് വേറൊരു രീതിയിലെടുത്ത് ചെയ്യുമ്പോഴാണ് അവിടെ കോമഡി വരുന്നത്. അപ്പോൾ അതെല്ലാവരും ആസ്വദിക്കുന്നുണ്ട്. ഇവിടെ വീഡിയോസ് എല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഒരു കാര്യം പറയണമെന്ന് തോന്നി, അത് കുറച്ച് ഓവറാണ്. അതായത് ഒരു തമാശയാവാം, ഇത് അതിലുപരി ഒരു വ്യക്തിയെ ഇത്രമാത്രം ഹറാസ് ചെയ്ത്, അവരെ ഇത്രമാത്രം ഇൻസൾട്ട് ചെയ്ത്, തേജോവധം ചെയ്ത്, എന്താ പറയുക, അവരെ ബോഡി ഷെയിമിങ് ചെയ്തുകൊണ്ടുള്ള ഒരു വീഡിയോ. സത്യം അത് കണ്ടിട്ട് സഹിക്കാൻ പറ്റാഞ്ഞിട്ട് തന്നെയാണ് ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോ ഇടുന്നത്. നിങ്ങളുടെ പ്രോഗ്രാമൊക്കെ നല്ലതാണ്, എനിക്കിഷ്ടമാണ്. പക്ഷെ കുറച്ചൊക്കെ അങ്ങ് ഒതുങ്ങ്. കാരണം ഒരു സ്ത്രീയെ ഇത്ര മാത്രം ഇട്ട് അപമാനിക്കുന്നത് അത്ര നല്ലതല്ല. അപ്പം നിങ്ങൾ അവളെ കളിയാക്കുമ്പോൾ നിങ്ങളൊരു കാര്യം, രണ സുനയ്ക്കെതിരെ ഞാൻ അവരുടെ ഒരു വീഡിയോ കണ്ടിട്ട് അതിന് ഞാനൊരു കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാഷ്ടം വാരി തിന്നിടാൻ നാറികളെ എന്നും പറഞ്ഞു. സത്യസന്ധമായിട്ട് പറയാം, എൻ്റെ പൊന്നോ ആ കമൻറ്റിൻ്റെ താഴെ എന്നെ കൊന്ന് കൊല വിളിച്ച് ഫാൻസ്. അപ്പം ഞാനൊരു കാര്യം പറയട്ടെ, മമ്മൂട്ടി ആയാലും മോഹൻലാൽ ആയാലും എത്ര ഫേമസ് ആർട്ടിസ്റ്റുകളായാലും അവർക്ക് ഡൂപ്പ് ചെയ്യുന്നത് ആരാണ്? ആരാ? അവരോളം സാമ്യമുള്ള ഫിഗറിനെയാണ് ഡൂപ്പെന്ന് പറയുന്നത്. ആണേ. അപ്പോൾ ആദ്യം എന്തായാലും ഒരു കാര്യം ചെയ്യും, നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്ക്. ആ വീഡിയോ കണ്ടതിന് ശേഷം ബാക്കി കാര്യം ഞാൻ പറയാം. നല്ല പട ചേച്ചി പട കാണിച്ചു തുടങ്ങിയില്ലേ? അത് അതിന്റെ നാച്ചുറൽ ബോഡി കാണിക്കുന്നല്ലേ? അതല്ലേ. എന്താ ചേച്ചി കാൽമറ്റങ്ങല? ഇതൊരു ഇച്ചിരി ഓവറല്ലേ? അത് അവൾ ചെയ്ത ഒരു ആൽബം അതേപടി ക്രിയേറ്റ് ചെയ്ത് ഇട്ടിരിക്കുന്ന കോസ്റ്റ്യൂം ഉൾപ്പെടെ അതിലൊരു മാറ്റവും പോലും ഇല്ല. ആൽബത്തിൽ ഞാൻ കണ്ടിട്ടില്ല രേണു സുധി വയറ് കാണാൻ വേണ്ടി മാറ്റി കൊടുക്കാൻ കണ്ടിട്ടില്ല. അത് വിട്. പക്ഷേ ഈ വീഡിയോ കണ്ടിട്ടാണ് എനിക്ക് പ്രതികരിക്കാൻ തോന്നിയത്. സത്യം പറഞ്ഞാൽ സത്യസന്ധമായിട്ട് ഞാൻ പറയും, എനിക്ക് ഭയങ്കര സങ്കടം തോന്നി. ഈ വീഡിയോ നിങ്ങളൊന്ന് കണ്ടു നോക്ക്. ഞാൻ പറയുന്നതിനകത്ത് എന്തെങ്കിലും കഴമ്പുണ്ടോ നിങ്ങളും കൂടെ ഒന്ന് ചിന്തിച്ച് നോക്ക്. ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കേ. ഞാൻ പാട്ടൊക്കെ കുറച്ച് പാടും. ഞാൻ പാടി നോക്കാൻ നോക്കി. ചാലക്കുടി ചന്തയ്ക്ക് പോകുമ്പോ ചന്ദന ചൊപ്പുള്ള മീൻകാരി പെണ്ണിനെ കണ്ടേ ഞാൻ, ചെമ്പല്ലി കരിമീൻ ചെമ്മീനെ പെണ്ണിന്റെ കൊട്ടയിൽ മതിയിടോ. ഇത് ഭയങ്കരമായ ബോഡി ഷെയ്മിങ് അല്ലേ? ഭയങ്കരം എന്ന് പറഞ്ഞാൽ ഇത് കഷ്ടം, സഹിക്കാൻ പറ്റത്തില്ല. ഇവളിപ്പോൾ അതൊരു തമാശയായിട്ട് എടുത്താലും വേറൊരു ഇതില്ലാതെ എടുത്താലും അവരുടെ ഉള്ളിനകത്തുണ്ടാകുന്ന ആ ഒരു വിഷമം നമ്മളത് മനസ്സിലാക്കി നോക്കണം. പിന്നെ ഞാൻ പാട്ട് പാടും ഇങ്ങനെയൊക്കെ കാണിച്ചല്ലേ, അവൾ അസലായിട്ട് പാട്ട് പാടും. കേട്ടിട്ടില്ലേ? അവൾ അഭിനയിക്കുകയും ചെയ്യും, നല്ല അസലായിട്ട് പാട്ട് പാടുകയും ചെയ്യും. ഈ രണ്ട് വരി നീ ഒന്ന് കേട്ട് നോക്ക്. കാണനഴകുള്ള മാണിക്യക്കുയിലേ, കാടാറുമാസം കഴിഞ്ഞില്ലേ, അങ്കണത്തൈ മണിമാവിൻ്റെ കൊമ്പില് പെൺകുയിലാളൊത്തു വന്നാട്ടെ, നിന്റെ പെൺകുയിലാളൊത്തു വന്നാട്ടെ. അങ്ങനെയുണ്ട് സുന? സുന എന്താ, എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അവൾ അടിപൊളിയായിട്ട് പാട്ട് പാടും. പിന്നെ നിങ്ങൾ ചിന്തിക്കേണ്ടുന്ന വേറൊരു കാര്യമുണ്ട്, ഇവൾക്ക് അഭിനയിക്കാൻ അറിയാമോ, ഇവൾ ആർട്ടിസ്റ്റാണോ എന്നൊക്കെ കുറേ ചോദ്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇവളെ പ്രൊഫഷണൽ ഡ്രാമ ആർട്ടിസ്റ്റാണ്. അതും നല്ല ഫേമസും എസ്റ്റാബ്ലിഷും ആയ ഡ്രാമ ട്രൂപ്പിൽ. അറിയാവോ? ഒരു സ്റ്റേജിൽ കയറി ഡയലോഗ് തെറ്റാതെ 2 മണിക്കൂർ സ്വന്തം വോയിസിൽ പിന്നെ ഡയലോഗ് പറഞ്ഞ് അഭിനയിക്കണമെങ്കിൽ അതിന് അസാധ്യ കഴിവൊന്നും പോരാ. അത് അപ്രിഷ്യേറ്റ് ചെയ്തേ പറ്റൂ. ക്യാമറയ്ക്കിന് മുന്നിൽ സ്റ്റാർട്ട് ആക്ഷൻ പറയുന്നതാണ് കല്ല മക്കളെ നാടകത്തിൽ അഭിനയിക്കുന്നത്. അതൊരു പ്രൊഫഷണൽ ഡ്രാമ ആർട്ടിസ്റ്റായ എനിക്ക് നല്ലോണം അറിയാം. ഭയങ്കര റിസ്ക് എടുത്ത് ഭയങ്കരമായിട്ട് ചെയ്യുന്ന ഒരു സാധനം
ഒരൊറ്റ കമൻറ്റ് കൊണ്ട് അല്ലെങ്കിൽ ഒരൊറ്റ നെഗറ്റീവ് കൊണ്ട് ബ്ലിങ് അങ്ങ് ആക്കി കളയുക. അത്രയും നാളത്തെ കഷ്ടപ്പാട്. അതുകൊണ്ട് എൻ്റെ പൊന്നു സുനെ, നിൻ്റെ സുന, ഞാൻ ഒരു കാര്യം പറയട്ടെ, അവളെ കളിയാക്കുന്ന കുറച്ചൊക്കെ നിർത്ത്. ഒരുപാട് അവരുത് കഷ്ടം എന്ന് പറഞ്ഞാൽ ഒരു ഇപ്പം നിൻ്റെ വീട്ടിലുള്ള നിൻ്റെ ഫേസ് കട്ട് ഇപ്പോൾ നമുക്കൊരു ഊഹമുണ്ട്. അപ്പം നിനക്കൊരു സിസ്റ്റർ ഉണ്ടെങ്കിൽ അത് ഏകദേശം രേണുസുധിയുടെ സാമ്യം വരും. അപ്പോൾ സ്ഥിരമായിട്ട് കാണുന്നില്ലേ? അപ്പോൾ നീ എന്നെ ഇന്ന് നിൻ്റെ കൂട്ടുകാരൻ്റെ അടുത്ത് വേറൊരു വീഡിയോ പറഞ്ഞിട്ടുണ്ടല്ലോ, രേണുസുധിയുടെ ഫിഗർ ചെയ്യാൻ നീ ഓക്കെ ആണെന്ന്. സത്യമാണ്. അപ്പം നീ എടുത്തോലെ പറഞ്ഞില്ലേ, ഇങ്ങനെ കാണാൻ കൊള്ളാം, ഞാൻ സുന്ദരനാണ്. അപ്പോൾ ആ ഒരു പോയിന്റ് പോലും തനിക്ക് താങ്ങാൻ പറ്റിയില്ലല്ലോ പറഞ്ഞപ്പോൾ. അപ്പോൾ എന്തുമാത്രം വിഷമം ഈ കൊച്ചിൻ്റെ മനസ്സിൽ കാണും. ഒരു എപ്പിസോഡ് കൊണ്ട് ഈ വിഷയം പറഞ്ഞു തീർക്കാൻ പറ്റില്ല. അടുത്ത എപ്പിസോഡിൽ ബാക്കി പറയാം. പാർട്ട് 2 കമ്മിങ് സൂൺ. അടുത്തൊരു വീഡിയോ എടുക്കാനെന്ന് വരയ്ക്കും. വണക്കം.